കാലം വെളിച്ചത്തിൻ്റെ കാലമാകൊണ്ട് ഒരു പേന എല്ലാവർക്കും തരുമെന്നറിയത്തില്ല. ഇപ്പോൾ എൻ്റെ സെക്രട്ടറിക്കും തരും. ആദ്യത്തെ പേന ഇതാണ് കൊടുക്കും. സൂറത്തുകാരന് വാങ്ങിക്കേണ്ടായിരിക്കും. ആ പേന കൈ കിട്ടുമ്പം അതിൻ്റെ തലയിൽ ഇപ്പം വെളിച്ചമുണ്ട്, അതുകൊണ്ടാണ് അത് തരുന്നത്. ആദ്യത്തെ കിട്ടുമ്പോൾ ക്രിസ്മസിൻ്റെ അടയാളമായിട്ടുണ്ട്. വെളിച്ചമാണ്. താഴെ എഴുതാം, ഏത് ഭാഷയും എഴുതാം. ഏത് ഭാഷ എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ പിന്നെ അച്ഛൻ അതിന് വേണ്ട ക്രമീകരണം ചെയ്യും. ഏറ്റവും പ്രിയപ്പെട്ട പീറ്റർ പിതാവേ, യോഗത്തിൻ്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട GB വർഗീസ്, പ്രിയങ്കരനായ നെടുവിലച്ച, പ്രിയപ്പെട്ട ബിജു കല്ലുവിലച്ച, ആദരവ് ഏറ്റുവാങ്ങുന്ന ലൈലാമ്മ, മേരി ജോസ്, മേരിക്കുട്ടി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഈ ഫോറത്തിൻ്റെ വിവിധ രൂപതകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന സഹോദരിമാരെ, പിതൃപിതാവ് വഴിതടച്ച് സംസാരിച്ചു. ഇനിയൊന്നും പറയേണ്ടതില്ല, അധിക പ്രസംഗമായിരിക്കും. ഞാൻ നിങ്ങളുടെ കുഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഉച്ചയോട് കൂടി മറ്റ് 2-3 പ്രോഗ്രാംസ് ഉണ്ട്. ഇത് വലിയൊരു കൂടിവരവാണ്. ശാക്തീകരണത്തിൻ്റെ വലിയ മേഖലയാണ്. പുരുഷന്മാരുടെ ശാക്തീകരണം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം മാത്രമേ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ളൂ. സ്ത്രീകളുടെ ശാക്തീകരണം സമുദായ ശാക്തീകരണത്തിൻ്റെ അടിത്തറയാണ്, ആണിക്കല്ലാണ്. ഈ കമ്മീഷൻ വാസ്തവത്തിൽ വളരെ നല്ലൊരു ആർസൈറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടു നടക്കുന്ന കമ്മീഷനാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കമ്മീഷനാണ്. ഇതിനു മുമ്പും പിതാക്കന്മാരുടെ കമ്മീഷൻസ് ഇതിനുവേണ്ടി ഉണ്ടായിരുന്നു. തർക്കമില്ലാത്ത രീതിയിൽ ഫലപ്രദമായിരുന്നു. കാക്കനാട് വെച്ചും KCBCയുടെ എറണാകുളത്ത് TOCയിൽ വെച്ചുമെല്ലാം നമ്മുടെ മീറ്റിങ്ങുകൾ കൂടിയിരുന്നു. ആ സമ്മേളനങ്ങൾ നമുക്ക് വലിയ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന സത്യം അങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ കൂടുമ്പോൾ എനിക്ക് 1-2 ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. സ്ത്രീകൾ കുടുംബങ്ങളിൽ നിർണായകമായ സ്ഥാനം വഹിക്കുന്നവരാണ്. നമ്മളുടെ വാദഗതികൾ, ഇക്വാളിറ്റി ഓഫ് റൈറ്റ്സ്, അതെല്ലാം ശരിയാണ്. ആ ഒരു വലിയ ആഭിമുഖ്യം നമുക്കുണ്ട്. നമുക്ക് ഭരണഘടന ആർട്ടിക്കിൾ 14, 15, 16, 39, 42 ഇവിടങ്ങളിലെല്ലാം സ്ത്രീ സമത്വം, അവരുടെ അവകാശം തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവതരമായിട്ട് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇക്വാളിറ്റി ഒരു സമൂഹത്തിലും സ്ത്രീകൾക്ക് സഹജമായിട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ രാജ്യത്തും ഒരു പരിധിവരെ നമ്മുടെ സഭയിലും ഒക്കെ അങ്ങനെയായിരുന്നു. 1 നൂറ്റാണ്ട് മുമ്പ് പള്ളിക്കൂടത്തിൽ പോകാൻ പോലും അവകാശമില്ലായിരുന്നു. ആ പാവപ്പെട്ട പുണ്യാളച്ചൻ ചാവടിച്ചനാണ് സ്ത്രീകൾക്ക് പള്ളിക്കൂടത്തിൽ പോകാനെങ്കിൽ ഒരു അവസരം ഉണ്ടായിരുന്നു. പള്ളിക്കൂടത്തിൽ പോകാൻ അവകാശമില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തില് നമുക്ക് ഇതുപോലുള്ള കമ്മീഷൻസ് വളരെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. നമുക്ക് ഉള്ള അവകാശങ്ങള്, നമ്മളുടെ ഡിഗ്നിറ്റി, നമ്മളുടെ സ്വാതന്ത്ര്യം, പ്രത്യേകിച്ച് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള നമ്മളുടെ നിലപാടുകൾ. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ അപ്പൻ്റെയും അമ്മയുടെയും നമ്മുടെ കീഴ്വഴക്കം അനുസരിച്ച് അപ്പനാണ് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പൻ്റെ പ്രോപ്പർട്ടിയിൽ പെൺമക്കൾക്ക് അവകാശമില്ലാത്ത രീതിയിൽ ഉള്ള സംവിധാനങ്ങളും കീഴ്വഴക്കങ്ങളും ഒന്നും നല്ലതല്ല. അപ്പനെന്തുണ്ടോ അതിൻ്റെ ഒരു അംശം സ്ത്രീകൾക്കും അപ്പൻ്റെ പ്രോപ്പർട്ടി, സ്ഥലം ഉൾപ്പെടെ അവകാശപ്പെട്ടതാണ്. നമ്മളെങ്ങനെയോ അങ്ങനെയെല്ലാം
പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് വിട്ടാൽ തീർന്നു എന്നുള്ള ഒരു സംവിധാനത്തിൽ നമ്മളും അതിൽ പെട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ കുറെയെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ സ്ത്രീ ധന കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാകുന്നത് തെറ്റായ സമീപനം നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു തെറ്റുമില്ലല്ലോ. അപ്പന് 10 ഏക്കർ സ്ഥലമുണ്ട്, 5 മക്കളുണ്ട്, 2 ഏക്കർ സ്ഥലം കൊടുത്തേക്ക് കരുത്തു. ഈ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിക്കുള്ള അവകാശം കൂടെ നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഡിഗ്നിറ്റി, സ്ത്രീകളുടെ ഡിഗ്നിറ്റി, പെൺകുട്ടികളുടെ മഹത്വം ശരിക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓസ്വാൾഡ് എപ്പോഴും പറയായിരുന്നു വിമൻ, അതിന്റെ അർത്ഥം അതിന്റെ സ്പെല്ലിംഗ് നോക്കിയാലേ വെൽ ഓർഗനൈസ്ഡ് മെൻ, WOMEN, അതാണ് വിമൻ. വെൽ ഓർഗനൈസ്ഡ് മെൻ, ഒരു പൂർണ്ണ സമ്പാദ്യം, നിലപാട്, ആരോഗ്യം, പ്രവർത്തനശേഷി എല്ലാം ഉള്ള ഒരു പൂർണ്ണ മനുഷ്യനാണ് സ്ത്രീ. വെൽ ഓർഗനൈസ്ഡ് മെൻ എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള റൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ, റൈറ്റ് ഫോർ പ്രോപ്പർട്ടി, റൈറ്റ് ഫോർ ഈക്വൽ സിറ്റിംഗ് ഇൻ ദ പബ്ലിക് മീറ്റിംഗ്, ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം തമാശ രൂപത്തിൽ ആ കാര്യം പറഞ്ഞത്. ഡിസ്ക്രിമിനേഷൻ ഒരുപാട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. അത് വർക്ക് പ്ലേസിലാകട്ടെ, അല്ലെങ്കിൽ മറ്റേത് സ്കൂളിലാകട്ടെ, ഒട്ടുമിക്ക വേദികളിലും ഇപ്പോഴും ഈ ഡിസ്ക്രിമിനേഷൻ സ്ത്രീകളോടുണ്ട്. നമ്മുടെ സഭയിലും മലബാറിലും ലത്തീനിലും മലങ്കര സഭയിലും ഒക്കെ ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമ്മളുടെ പള്ളി കമ്മിറ്റികളിൽ സ്ത്രീകൾക്ക് ഉചിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പള്ളിയുടെ പാസ്റ്ററൽ കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പിൽ കൊണ്ട് ഞങ്ങളുടെ കൗൺസിലിന്റെ സെക്രട്ടറി സ്ത്രീയായിരുന്നു 6 കൊല്ലം. പിന്നീട് ദളിത് സമുദായത്തിലെ ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ രൂപതയുടെ ഫിനാൻസ് കമ്മിറ്റിയിൽ സ്ത്രീകളെ വെക്കാറുണ്ട്. അങ്ങനെ പള്ളി കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, പാസ്റ്ററൽ കൗൺസിൽ തുടങ്ങിയ കാര്യങ്ങളിൽ സഭയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിലൊക്കെ നിർബന്ധമായിട്ടും ഈ പങ്കാളിത്തം കൊടുക്കണം. എങ്കിലും നമുക്ക് ഈ പറയുന്ന കാര്യം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. എനിക്ക് സാധിക്കുന്ന വിധത്തിലെല്ലാം ഈ നമുക്ക് സാധ്യമായ കാര്യങ്ങളിലൊക്കെ രൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം മാത്രമല്ല റെസ്പോൺസിബിലിറ്റി, ഫസ്റ്റ് പ്ലേസ് തന്നെ. പാസ്റ്ററൽ കൗൺസിലിന്റെ സെക്രട്ടറി എന്ന് പറയാൻ 340 പേരുള്ള പാസ്റ്ററൽ കൗൺസിലാണ് പാലായില്. എല്ലാവരും വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻസ്, IAS-കാര്. അവരുടെ കൗൺസിലിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ പാസ്റ്ററൽ കൗൺസിലിന്റെ സെക്രട്ടറിമാരായിട്ടുള്ളവരായിരിക്കാം. അപ്പൊ ഈ സ്ത്രീകളുടെ സമത്വം അല്ലെങ്കിൽ അവരുടെ നൊബിലിറ്റി നമ്മൾ സഭ കൂടുതൽ ഇനിയും സഭയ്ക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഒരു നല്ല മേഖല ഈ സൺഡേ സ്കൂൾ അധ്യാപകരായിട്ടുള്ളതാണ്. ധാരാളം സ്ത്രീകൾ ഈ കാറ്റഗിസം ടീച്ചേഴ്സ് ആയിട്ടുണ്ട്. വിശ്വാസം പകർന്ന് കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് നിങ്ങൾ വഹിക്കുന്നുണ്ട്. അപ്പൻ അധ്യാപകനാണെങ്കിൽ അമ്മയാണ് പാഠപുസ്തകം എന്നുള്ള പഴഞ്ചൊല്ലിന്റെ അർത്ഥം. അമ്മയെ കണ്ടാണ് വീട്ടിനുള്ളിലും വീട്ടിന് പുറത്തും അപ്പൻ പഠിപ്പിക്കുന്ന ജോലി. സാറാണെങ്കിൽ പോലും ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ളത് അമ്മയാണ്. അമ്മയെ കണ്ടും അമ്മയെ വായിച്ചും അമ്മ പറയുന്നത് കേട്ടും അമ്മയുടെ ഭാഷ, അത് അടുക്കള ഭാഷയായിരിക്കാം, പ്രധാന ഭാഷയായിരിക്കാം, അങ്ങനെ നല്ല മാതൃകകള് നമ്മൾ കണ്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ ലത്തീൻ കുടുംബമാണെങ്കിലും ശ്രീയാൻ കുടുംബമാണെങ്കിലും മലങ്കരയിലാണെങ്കിലും ആ സന്ധ്യാപ്രാർത്ഥനയും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ലീഡർഷിപ്പ് കൊടുക്കുന്നത് അമ്മമാരാണ്, അമ്മച്ചിമാരാണ്. അമ്മമാരെ നമ്മൾ വീട്ടിൽ സംരക്ഷിക്കുന്ന വിധം. എൻ്റെ അമ്മയ്ക്ക് 99 വയസ്സുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെയാണ് അമ്മ. അത് നമ്മൾ മാതാപിതാക്കളെ എത്ര പ്രായം വന്നാലും 5 കൊല്ലമായിട്ട് അമ്മ കിടപ്പാണ്. നമ്മൾ വീട്ടിൽ സംരക്ഷിച്ച് വളർത്തുന്ന ആ ഒരു വലിയൊരു പൈതൃകമാണ് നമുക്കുള്ളത്. അതെല്ലാം നമ്മൾ കേരളത്തിലെ സഭയുടെ ആ ഒരു വിശിഷ്ടമായ കാര്യമായിട്ട് നമ്മൾ കരുതുകയും അതുവഴി നമുക്ക് നിരവധിയായ ദൈവാനുഗ്രഹം എല്ലാം ലഭിക്കുന്നുണ്ട്. വിമൻസ് റൈറ്റ്സ് ആർ നോട്ട് സെപ്പറേറ്റ് ഫ്രം ഹ്യൂമൻ റൈറ്റ്സ്. ഏതൊരു മനുഷ്യനുമുള്ള അവകാശങ്ങൾ തന്നെയാണ് സ്ത്രീകൾക്കുള്ള അവകാശം. അതിനെ മാറ്റി നിർത്തി നമ്മളെന്തോ വലിയൊരു ഔദാര്യം ചെയ്യുന്നത് പോലെ അങ്ങനെയെല്ലാം അതിനെ കാണേണ്ടത്. ഹ്യൂമൻ റൈറ്റ്സ്
ഒരു മനുഷ്യൻ എന്ന നിലയിൽ കിട്ടേണ്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഭരണഘടന, ഞാൻ പറഞ്ഞല്ലോ, ഭരണഘടന പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് സഭാതലത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പോരായ്മകളുണ്ടാകാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകാം. കോർപ്പറേറ്റ് ടീച്ചിങ്സ് വരുമ്പോൾ ലേഡി ടീച്ചേഴ്സ് നല്ല പ്രാമുഖ്യം നമ്മുടെ യുവതകളിലെല്ലാം കൊടുക്കുന്നുണ്ട്. പല 22,000 ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ്. അങ്ങനെ നമ്മൾ സ്ത്രീ ശാക്തീകരണം നമുക്ക് സാധ്യമാകുന്ന മേഖലകളിലൊക്കെ അവരുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കുകയും അവരെ കൊണ്ട് ഈ സമൂഹത്തെ ബലപ്പെടുത്തണം. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞല്ലോ, കൂടുതൽ കുട്ടികളുണ്ടാകണം, കൂടുതൽ ദൈവവിളികൾ സ്വീകരിക്കണം. അങ്ങനെയുള്ള സമൂഹത്തിന്റെ, വിശാല സമൂഹത്തിന്റെ ഒരു ബലിഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ശാക്തീകരണം നമ്മൾ പറയുന്നതും അർത്ഥമാക്കുന്നതുമെല്ലാം. എപ്പോഴും നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നു, നമുക്കൊരു പ്രസക്തി ഇല്ലാത്തതുപോലെയൊക്കെ ചിലപ്പോഴെല്ലാം ഉണ്ടാകുന്നു. പക്ഷേ നമ്മളുടെ വീടുകളിലൊക്കെ ഞാൻ കരുതുന്ന ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥാനം അമ്മയ്ക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്, പെൺകുട്ടികൾക്കുണ്ട്, കുഞ്ഞു കുട്ടികൾക്കുണ്ട്. എൻ്റെ ഒരു ചിന്ത, പെൺകുട്ടികൾ പിറക്കുന്നതാണ് മാതാപിതാക്കൾക്കൊക്കെ കൂടുതൽ സന്തോഷകരമായ കാര്യമായിട്ട് ഞാൻ കരുതുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെയാണ്. എൻ്റെ ചേട്ടാനിമാരുടെ മക്കള് കല്യാണം കഴിച്ചു വന്നപ്പോൾ 10 കുട്ടികളുടെ കാര്യമുണ്ട്. അതിൽ 9 പേരും പെൺകുട്ടികളാണ്. എല്ലാവരും ഒരുപോലെ 10 വയസ്സിൽ താഴെയുള്ള 9 പെൺകുട്ടികളാണ്. അതൊരു വലിയൊരു കൗതുകമാണ് നമുക്ക് അവിടെ കാണുന്നത്. അവരെല്ലാം സ്വന്തം ജ്യേഷ്ഠാനിമാരുടെ മക്കളാണ്. അങ്ങനെ കൂടുതൽ കുട്ടികളുണ്ടാകണം, കൂടുതൽ പെൺകുട്ടികൾ ജനിക്കണം. എങ്കിൽ മാത്രമേ ഈ സമൂഹം ബലപ്പെടുകയുള്ളൂ, ശക്തീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ആ കാര്യം കൂടെ നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. അതുകൊണ്ട് സഭയ്ക്ക് നിർണായകമായ റോള് സ്ത്രീ ശാക്തീകരണത്തിനുണ്ട്. കമ്മീഷനെ വെച്ചിരിക്കുന്നതും പ്രത്യേകിച്ച് അതിൻ്റെ കാനോണിക്കലും ദൈവശാസ്ത്രപരമായിട്ടുള്ളതും ബിബ്ലിക്കലായിട്ടുള്ളതുമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഞാൻ നിർത്തിക്കൊള്ളാം. തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകൾക്ക് നല്ല പങ്കാളിത്തം കിട്ടിയിട്ടുണ്ട്. അതാണ് സർക്കാരിനത് മനസ്സിലായി. ഈ സംസ്ഥാനം മുമ്പോട്ട് പോകണമെങ്കിൽ സ്ത്രീകൾ ഈ രംഗത്ത് വരണമെന്ന് ഗവൺമെന്റിന് മനസ്സിലായതുകൊണ്ടാണ് എത്രയോ സ്ത്രീകളാണ് ആശീർവദിക്കണമെന്ന് പറയുക അതിലെല്ലാം വന്നത്. ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെന്ന് പോലും നമുക്ക് അറിയില്ല. അതുപോലെ പാർട്ടി നമുക്കുണ്ടല്ലോ. എങ്കിലും അവിടെയെല്ലാം സ്ത്രീകൾക്ക് നല്ല ഒരു സ്ഥാനമുണ്ട്. ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് പാലായില് ഇന്ദിരാഗാന്ധി, പ്രതിഭാ പാട്ടീല്, ഈ അടുത്ത നാളില് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു, 3 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രാഗൽഭ്യം നിറഞ്ഞ സ്ത്രീകള് ഇവിടെ പാലായിലെ മുറ്റത്ത് വന്നവരാണ്. കാരണം ഈ പ്രദേശത്തെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെയുള്ള വിദ്യാഭ്യാസം 10 കോളേജുകളുള്ള സ്ഥലമാണ്. 170 പള്ളിക്കൂടങ്ങളുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് അധികാലം മുതൽ ഈ ഗവർ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവര് എല്ലാവരും തന്നെ വന്നത്. പ്രതിഭാ പാർട്ടിയിൽ ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ ഒരു വലിയ ഗ്യാതറിങ് വിശുദ്ധിയാക്കപ്പെട്ടതിന് ശേഷം അബ്ദുൾ കലാം വന്നിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഉള്ള കാര്യങ്ങളിലൊക്കെ ഈ 3 പേരും, ഇന്ദിരാഗാന്ധിയും പ്രതിഭാ പാട്ടീലും ദ്രൗപദി മുർമുവും എല്ലാം വളരെ ഗാന്ധി കുറെ കൂടെ ഒരു ഹൈ കാസ്റ്റിൽപ്പെട്ട ആളാണ്. ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഒരു ദളിത് സ്ത്രീ ആയിരിക്കണമെന്ന് ഗാന്ധി പറഞ്ഞു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഒരു ദളിത് സ്ത്രീ ആയിരിക്കണം. അതാണ് ഒരു വലിയൊരു കാഴ്ചപ്പാട്. അങ്ങനെയാണല്ലോ പിന്നീട് വളരെ ചെറുതെന്ന് നമ്മള് ബ്രാഹ്മണന്മാരായിട്ടൊക്കെ നിൽക്കുന്ന പലരും കരുതുന്ന സമുദായത്തിൽ നിന്ന് SC ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ 1ാം സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ സർവ അധികാരവുമുള്ള ആളായിട്ട് വരുമ്പോൾ എത്രയോ പ്രസിഡന്റ് ഇവിടെ പാലായിൽ വന്നിറങ്ങി. 800 പോലീസുകാരാണ് പല ഗ്രൗണ്ട്സ്, സെന്റ് തോമസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ. അതാണ് അവരുടെ പ്രാധാന്യം. അവർക്ക് രാജ്യം കൊടുത്തിരിക്കുന്ന പ്രൊട്ടക്ഷനാണ്. പലതവണ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങി നോക്കി അവിടെ താന്നു പോവുമോ, തെറ്റിമാറുമോ എന്നൊക്കെ. അതൊക്കെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു വനിതയെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് കരുതിയിരിക്കുന്ന വലിയൊരു കാര്യമാണ്. നമ്മുടെ സ്ത്രീകളും രാഷ്ട്രീയത്തില് നേരത്തെ ഉണ്ടായിരുന്നു. അക്കാമ്മ ചെറിയാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് കാണും. വലിയ സാമർഥ്യമുള്ള സ്ത്രീയായിരുന്നു. മേരി റോയി വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, സോഷ്യൽ വർക്കറായിരുന്നു. സ്ത്രീകളുടെ ഈക്വൽ റൈറ്റിനു വേണ്ടി വളരെയധികം എഴുതുകയും പറയുകയും ചെയ്ത ആളാണ്.
ഈക്വൽ പ്രോപ്പർട്ടി റൈറ്റും അപ്പന്റെ സമ്പത്തിൽ ആൺമക്കൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞ് ഈ സമൂഹത്തെ പഠിപ്പിച്ച ആളാണ്. കമലറിയാനും മേരി റോയും വളരെയേറെ അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു. അതുപോലെ ലാറ്റിൻ സഭയിൽ നിന്ന് അനി മെസ്കറി, അവരും വലിയ ലോയറായിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്നുള്ള ഒരാളാണ്. അവര് നിയമത്തിന്റെ വശത്തുകൂടെ സ്ത്രീയുടെ ഇക്വാലിറ്റി രാജ്യത്തെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അനി മെസ്കറി. മറ്റുള്ള രണ്ടുപേരും അവരുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കഴിവ് കൊണ്ട് രാഷ്ട്രീയത്തിന് ഒരു 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 കടാവിളക്ക് പോലെ നിൽക്കുന്ന ആളുകളാണ് കമലറിയാനും മേരി റോയും. ഇപ്പോഴും അനേകം ആളുകളുണ്ട്. ഈ അവസരത്തിലും നിരവധിയായ ആളുകളെ എബവ് 50 അല്ലെങ്കിൽ 50 എങ്കിലും സ്ത്രീകളായിരിക്കണം എന്ന് പറയുമ്പോൾ ഈ രാജ്യം നൽകുന്ന ഭരണഘടനയുടെ ഒരു അംഗീകാരമാണ്. ഗാന്ധിയെ പോലെ സ്ത്രീകളെ കണ്ട ആളുകളുടെ അംഗീകാരമാണ്. ഈ കമ്മീഷൻ സഭ വെക്കുമ്പോൾ സുവിശേഷത്തിൽ ഈശോ സ്ത്രീകളോട് കാണിച്ച അവർ വലിയ മഹത്വത്തിന്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് ആ കാര്യവും നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ കുടിവരവ് ഈ റീജിയനിൽ വെച്ച് ഇത് ഇവിടെ നടത്താൻ സാധിച്ചതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. അതിനുവേണ്ട മുൻകരുതലുകൾ പ്രിയപ്പെട്ട നെല്ലൂക്കലച്ചന് മാസങ്ങളായിട്ട് പറയുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. നിങ്ങൾ ഇതിന്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാം ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട പീറ്റർ പിതാവ് വന്ന് മനോഹരമായിട്ടുള്ളവർ സംസാരിച്ചു. പാലായിലെ സ്വന്തമാണ്. പാലായിലെ അച്ഛന്മാർക്ക് 2 കൊല്ലം മുമ്പ് വാർഷിക ധ്യാനം 2 ആഴ്ച മുഴുവനും ഇവിടെ താമസിച്ച് പ്രസംഗിച്ച ആളാണ് പീറ്റർ പിതാവ്. എല്ലാ അച്ഛന്മാർക്കും അത് ഇഷ്ടപ്പെട്ടിരുന്നു. വളരെ തിയോളജിക്കലും കാനോനിക്കലും പാസ്റ്ററുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അച്ഛന്മാരെ കൊണ്ടുവരികയും എല്ലാ ടോക്സും സമ്പന്നമായിരുന്നു. അച്ഛന്മാർ വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യമാണ്. അറിയാവുന്ന പോലെ പാലായിലെ സ്വന്തമായിട്ടുള്ള ആളാണ്. പാലാ രൂപതയിൽ നിന്ന് 43 പിതാക്കന്മാർക്ക് ജന്മം കൊടുത്ത സ്ഥലമാണ് പാലായി. അതിൽ 2 പേരാണ് ഞങ്ങൾ 2. അങ്ങനെ സമർപ്പിത ജീവിതവും വൈദികരും ഇതിനെല്ലാം കാരണക്കാര് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പാലായിക്കുള്ളിൽ ഇപ്പോഴും 2500 സിസ്റ്റേഴ്സ് ഉണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതിന്റെ എല്ലാ കാരണം പാലായിൽ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാര് വീട്ടിലുള്ളതുകൊണ്ടാണ്. ഞാൻ പല വീടുകളിൽ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാര് ഉള്ള തറവാട്ടിൽ നിന്നാണ് വൈദികാന്തത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കും എല്ലാം കുട്ടികൾ പോകുന്നത്. കുട്ടികളുടെ സമൃദ്ധിയും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഈ ശക്തീകരണം എന്ന് പറയുന്നത് വിപുലമായ ഒരു ഓറിയന്റേഷനിലേക്ക് പോകണം. ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള ഇപ്പൊ നമുക്കൊരാൾക്ക് ഒരു ജോലി കിട്ടി അതുമായിട്ട് ഞാൻ പോയി, അതല്ല. ഈ സമുദായങ്ങളെ ശ്രീയാനി സമുദായം, ലത്തീൻ സമുദായം, മലങ്കര സമുദായം, അതുവഴി നമ്മൾ വിശാല സമൂഹത്തെയാണ് നമ്മളിപ്പോൾ കോളേജ് സ്ഥാപിക്കുന്നു. അവിടെ നമുക്ക് വേണ്ടിയാണല്ലോ. കൊള്ളനാട് കോളേജിൽ 70% കുട്ടികൾ ഹൈന്ദവ 70 സമുദായത്തിൽപ്പെട്ടവരാണ്. നമുക്കൊണ്ട് വല്ല തടസ്സവും. അരുവിത്ര കോളേജിൽ ഏകദേശം അത്രയും മുസ്ലിം കുട്ടികളാണ്. ഒരു തടസ്സവും നമ്മൾ പറയാറില്ല. നമ്മൾ വിശാല ലോകത്തിന് വേണ്ടിയാണ്, ഇന്ത്യക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം നിർമ്മിക്കുന്നത്. നമ്മുടെ ആശുപത്രി പണിയുന്നു നമുക്ക് വേണ്ടി മാത്രമാണ്. അതാണ് നമ്മളുടെ ഒരു പ്രത്യേകത. നമ്മളിതെല്ലാം ഈ സമ്പന്നമായ വലിയ ഈ രാജ്യത്തെ ബലഹീനമായി കിടക്കുന്ന പല മേഖലകളും സംരക്ഷിക്കുന്നതിനും വളർത്തുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം വളരെ വലുതാണ്. സ്ത്രീകള് അമ്മച്ചിമാരാണ് വീടിന്റെ ഐശ്വര്യം, വീടിന്റെ വിളക്ക്. അത് നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കൂടാനും സാധിച്ചതിലും പീറ്റർ പിതാവ് വളരെ സൂക്ഷ്മമായ രീതിയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്ത് അഭിപ്രായം പറയുന്ന ആളാണ്. ഞാൻ POC ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അനുഗ്രഹമാണ്. പരിശുദ്ധ അൽഫോൻസാമ്മയോട് നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും ഐശ്വര്യവദിച്ച് അനുഗ്രഹിക്കും.